ഞാനൊരിക്കൽ നാട്ടില് ഒരു യാത്ര ചെയ്യുമ്പോൾ നോക്കിയപ്പോൾ കാണാം വഴിയിൽ നിറയെ ചാക്കോച്ചന്റെ ഫ്ലക്സ് വെച്ചേക്കുന്നത്. ഞാൻ വിചാരിച്ചു എടീ ചാക്കോച്ചൻ ഗൾഫിലുണ്ട് ഇവിടെ ഫ്ലക്സ്. അത് കായംകുളത്ത് സജി ചെറിയാൻ 24 ഫ്ലെക്സ്. അതന്ന് വീട് താമസത്തിന് ഞാൻ പോയാല് എൻ്റെ ജോൺസൺ, നമ്മുടെ ഗവർണർ, അങ്ങനെ 4-5 പേരാണ് ഫ്ലെക്സ് വെച്ചിട്ട് സജി ചെറിയാൻ്റെ വീട് പാർക്കിൽ ഞങ്ങൾ പോയതിന്. കായംകുളത്തുനിന്ന് അവരുടെ സ്ഥലം പത്തിയൂരാണ്. പത്തിയൂര്. ഈ പത്തിയൂർക്ക് കായംകുളത്തുനിന്ന് പോണ ആ മെയിൻ റോഡിലാണ് ഈ ഫ്ലക്സുകൾ വെച്ചിരുന്നത്. അപ്പൊ ഞാൻ ഞെട്ടി. ഞാൻ ആദ്യം പോയത് നമ്മുടെ ഹക്കീം വാഴക്കാലയുടെ വീട്ടില് പന്തളത്ത്. അതിനുള്ള ഒരു സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ ഇറങ്ങി ഞങ്ങൾ ഹക്കീം അവിടെ വന്നു. ഞങ്ങൾ പന്തളത്ത് പോയി പന്തളം കൊട്ടാരം, അമ്പലം കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പത്തിയൂർക്ക് വരുന്നത്. അപ്പൊ ഈ പത്തിയൂർക്ക് വരുമ്പോഴാണ് ഈ കായംകുളം സെന്ററിൽ നിന്ന് പത്തിയൂർക്ക് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അങ്ങോട്ട് ട്രാവൽ ചെയ്യണം. ആ ഏരിയയിലാണ് ഈ വെൽക്കം ടു എന്നുള്ള എനിക്ക് 5 കിലോമീറ്ററിന്റെ ചുറ്റുകളുണ്ട്. അത് സജി ചെറിയാൻ ഭയങ്കര ഒരു സംഭവമാണ്. അന്ന് ഞാനുണ്ടായിരുന്നു, നമ്മുടെ സലാം ബാബിനിശ്ശേരി ഉണ്ടായിരുന്നു, ജോൺ മത്തായി, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെല്ലാവരും. ഇപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും ഫ്ലെക്സ് ഉണ്ടായിരുന്നു, അല്ലെ എന്റെ മാത്രമല്ല. ജോൺസൺ ചേട്ടൻ, എനിക്ക് അവിടെ ഹോട്ടലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോട്ടലിൽ നമ്മൾ താമസിച്ച് 3-ാമത്തെ ദിവസം രാത്രി ഞങ്ങൾക്ക് തിരിച്ചു വരണം. അല്ലെ അവര് പറയില്ലേ, ഇപ്പൊ സജി പിന്നെ കല്യാണത്തിന് നമുക്ക് പോകാൻ പറ്റിയില്ല. അതുപോലെ റജിയുടെ കല്യാണം, മോന്റെ കല്യാണത്തിന് നമ്മൾ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ വീട് പാർക്കലിന്റെ ഇത് നമ്മള് ഫുജിറയിൽ ഒരു ഫാമിൽ നടത്തിയിരുന്നു. ഒരു ഫംഗ്ഷൻ നടത്തിയപ്പോൾ നമ്മളെല്ലാവരും അതിൽ പോയി, ഞാനും ഡോക്ടർ ഹുസൈനെ കൂടി പോയി സംബന്ധിച്ചിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ നടന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുവിധം നടന്മാരെല്ലാവരും നമ്മള്. മമ്മൂട്ടിയെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ലേ, മമ്മൂട്ടിയുടെ കൂടെ നമ്മളൊരു അന്ന് 87 ആണ് നവംബർ മാസം. അന്ന് ഇന്നസെന്റ് ഏട്ടനാണ് എൻ്റെ കൂടെ. ഇന്നസെന്റ് ഏട്ടനുള്ളതുകൊണ്ട് കൂടുതൽ നമുക്ക് ആക്സസ് ഉണ്ടല്ലോ എല്ലായിടത്തും. ഞാൻ ഇന്നസെന്റ് ഏട്ടനും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, അന്ന് നമുക്ക് ഈ ട്രാഫിക് ഒന്നും ഇല്ല. അത് ഞാൻ ജില്ലറ്റിലാണ് വർക്ക് ചെയ്യുന്നത് 86. അങ്ങനെ ഇന്നസെന്റേടെ പോവും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, എല്ലാ കാര്യങ്ങൾക്കും ഇവരുടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു. എൻ്റെ വണ്ടിയിലാണ് ഞാൻ ഇന്നസെന്റേൻ്റെ മമ്മൂട്ടിയും കൂടിയിട്ട് ഗ്രാൻഡ് സ്റ്റോറിലേക്ക്, അന്ന് ഗ്രാൻഡ് സ്റ്റോറിൻ്റെ കോയക്കാണ് ഈ ഇതിൻ്റെ ഇത് ചെയ്തിരുന്നത്. അപ്പോൾ സംസണേറ്റിൻ്റെ ഷോറൂമിലേക്ക് മമ്മൂക്കനെയും കൊണ്ട് പോകണത് ഞാനാണ്. ഞാൻ സ്വന്തം കാറിൽ, എൻ്റെ കരീന കാറിൽ. ഞാൻ കരീന എന്ന് പറഞ്ഞ ബ്രാൻഡ് അറിയോ? അന്ന് കറോള, കരീന, ക്രെസിഡ. 87 കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ മമ്മൂക്കനെ കൊണ്ടുപോകും. അന്ന് മമ്മൂക്ക ലാസ്റ്റ് ഡേ ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുമ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഹോളിഡേയിലായിരുന്നു. അന്ന് ഹോളിഡേൻ ഹോട്ടലിൽ നിന്നായിരുന്നു, ഇപ്പോഴാണ് ഹോളിഡേ ഇന്റർനാഷണൽ. അന്ന് 50-ാം വാർഷികം, മലയാള സിനിമയുടെ 50-ാം വാർഷികം അവിടെ ആഘോഷിച്ചു. അതിൽ അന്ന് നമുക്ക് എല്ലാവരുടെ പേരെടുത്ത് പറഞ്ഞിരുന്നു. ഇങ്ങനെ ചാക്കോ, സുനിൽ, അന്ന് അവരൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ ആയിട്ട് അവര് പറഞ്ഞപ്പോൾ എല്ലാവരും നമ്മുടെ പേരെടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇന്നസെന്റേട്ടൻ്റെ പല USA പോയി വരുന്ന ട്രിപ്പ്, പിന്നെ അങ്ങനെ 3-5 ട്രിപ്പിൽ നമ്മൾ ഒരു ട്രിപ്പിൽ അദ്ദേഹത്തിന്റെ കാറ് കൊടുക്കണ ഒരു ഇതുണ്ടായിരുന്നു, ഒരു BMW കാറ്. ഏതൊരു ട്രിപ്പിലും ഇത്. പിന്നെ ഇന്നസെന്റേട്ടൻ വരുമ്പോൾ ഇന്നസെന്റേട്ടൻ എൻ്റെ നമ്പറാണ് കൊടുത്തിട്ട് ഒരു പ്രാവശ്യം വന്നിട്ട് പട്ടാളത്തിന്റെ സിനിമയുടെ എന്തോ കാര്യം പറയാൻ വേണ്ടി മമ്മൂക്ക എൻ്റെ മൊബൈലിൽ വിളിക്കുന്നത്. അപ്പൊ അതേമാതിരിയുള്ള മമ്മൂക്കായിട്ടുള്ള കണക്ഷൻസ് എല്ലാ ഇതിലും നമ്മൾ പിന്നെ മമ്മൂട്ടി ഏതെങ്കിലും VT സലീമിന്റെ കല്യാണമായാലും സാലിയുടെ കല്യാണമായാലും എല്ലാ കല്യാണങ്ങൾക്കും നമ്മൾ കാണും. ഏതൊരു ഫംഗ്ഷനായാലും നമ്മുടെ PR അസോസിയേഷൻ്റെ ദുബായിലൊരു പരിപാടി നടത്തിയിട്ട് 3-4 കൊല്ലം മുമ്പ്, അല്ലാസർ ലിസ്റ്റിലാണ്ടല്ലേ, അന്ന് നമ്മുടെ ചാലക്കുടിക്കാരി പാട്ടുപാടുന്ന പെൺകുട്ടികളുള്ള ഞാനും മമ്മൂക്കയും സാലിയും ഇരിക്കുന്നു ഫ്രണ്ടിൽ. അങ്ങനെ ആ പ്രസീത ചാലക്കുടിയുടെ ഒരു നാടൻ പാട്ട് ഞങ്ങളുടെ മുമ്പിൽ ഒന്ന് പാടുന്ന ഒരു, അതും ആരോ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്, വൈറൽ. അപ്പൊ ഏതൊരു പരിപാടിയിൽ വന്നാലും. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ റീസെന്റ് നമ്മുടെ ഒരു സിനിമയുടെ പ്രൊമോഷന് എക്സ്പോ സെന്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഏത് പറയുമ്പോൾ നമ്മളിപ്പോ അതിനുള്ള ഒരു നമുക്ക് എല്ലാവരെയായിട്ട് കാണാനും ആ ഒരു ഇത് എക്സസ് ഉണ്ട്. പിന്നെ മമ്മൂട്ടി മോഹൻലാൽ ഷോ ഉണ്ടായിരുന്നു, വെൽക്കം 2000 എന്ന് പറഞ്ഞ ഷോ. അന്ന് അദ്ദേഹത്തിന് നോക്കിയയുടെ ഫോൺ, ഒരു ഫോൾഡ് ചെയ്യുന്ന ഒരു നോക്കിയ അന്ന് 2000 ഇറക്കിയിട്ടുണ്ട്. അത് ഇന്നസെന്റേട്ടനും ഞാനും ഇന്നസെന്റേട്ടനും മമ്മൂക്കും കൂടി പോയിട്ടുള്ള ഈ ഷോറൂമിൽ അത് മേടിക്കാൻ പോയത്. അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ നമ്മുടെ ഇതിലുണ്ട്. പക്ഷെ ആൾക്കതൊന്നും ഓർമ്മയില്ല. നമ്മൾ ഇപ്പോഴുള്ള ഡിസ്റ്റൻസ് ആയില്ലേ, സെക്യൂരിറ്റി ആയതായി. അന്നേരം നമുക്കിപ്പോൾ ഏതൊരു ഷോ, ഇപ്പോൾ റീസെന്റ് നമ്മുടെ VT സലീമിന്റെ വീട്ടിൽ വന്നതും എല്ലാ ഇതിനും നാട്ടിൽ ഞങ്ങൾ 2 കല്യാണത്തിനുണ്ടായിരുന്നു. മമ്മൂക്ക വന്നത് നമ്മുടെ അനിൽകുമാറിന്റെ കല്യാണത്തിന്
ബുർജ് ഖലീഫയിൽ വന്നപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളും ഇപ്പോഴും വരുമ്പോൾ ഇതുണ്ട്. അപ്പം മമ്മൂക്കയുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മോഹൻലാലിനെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. മോഹൻലാൽ വന്ന അന്ന് തൊട്ടുള്ള ബന്ധം, ഫസ്റ്റ് ഷോ തൊട്ട് നമുക്ക് മോഹൻലാലായിട്ടുള്ള ഷോയിൽ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാണ്. അതുമാതിരി തന്നെ മോഹൻലാൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. ഒരു ദിവസം ഈ മമ്മൂട്ടി ഷോറൂം, മമ്മൂട്ടി മോഹൻലാൽ ഷോയ്ക്ക് വെൽക്കം 2000 ഇന്നസെന്റം പറഞ്ഞു ചാക്കോന്റെ റെസ്റ്റോറൻറ്റിലാണ് നല്ല അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 3 പേര് വന്നില്ല. ഒന്ന് ഫാസില്, മമ്മൂക്ക, മോഹൻലാൽ. എത്താൻ പറ്റിയില്ല അവർക്ക് ഉച്ചയ്ക്ക്. ബാക്കി എല്ലാ നടന്മാരും, മീന അടക്കം, മീന, അഭിരാമി, നമ്മുടെ ശ്രീനിവാസൻ, എല്ലാവരും നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക്. അതിനുശേഷം 2003 2004 നമ്മുടെ ദുബായ് സിനിമയുടെ ഷൂട്ടിംഗ്. ദുബായ് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മമ്മൂക്ക നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് മമ്മൂക്കയും കൊച്ചിൻ ഹനീഫയും ഭക്ഷണം കഴിച്ച് ഇത് ചെയ്ത് അതും പറയില്ലേ, അതൊക്കെ നമുക്കൊരു ഇതാണ്. അത് കഴിഞ്ഞ് മോഹൻലാൽ അതിനപ്പുറത്തൊരു ഹോട്ടലിൽ ഷൂട്ടിങ്ങിന് വന്നു. നമ്മുടെ ഇത് യൂണിയൻ മെട്രോ സ്റ്റേഷന് തൊട്ടാണ്. അവിടെ ഒരു ഹോട്ടലുണ്ട്, ഹവാർഡ് ജോൺസൺ എന്നായിരുന്നു ആദ്യം അതിൻ്റെ പേര്. ആ ഹോട്ടലിലെ ഷൂട്ടിങ്ങിൻ്റെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആളൊരു 5 മിനിറ്റ് നേരം അതിലെ വന്ന് പോയി. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഭാഗ്യം. അത് പിന്നെ എല്ലാവരും, സത്യനന്ദിക്കാട്, മോഹൻലാൽ, മറ്റേ വീരേന്ദ്രകുമാർ, നമ്മുടെ ശ്രീകണ്ഠൻ നായർ, ഇവരൊക്കെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ, എന്തിനാ കൊടിയേരി ബാലകൃഷ്ണൻ വരെ വന്ന് നമ്മുടെ സുലൈമാൻ കുടിച്ചു. അപ്പോൾ അതൊരു നമുക്കൊരു ഭാഗ്യമാണ്. ആ ഇതിൽ ഇത്രയും ആൾക്കാർ, നിങ്ങളറിയോ കാട്ടൻ കരുണാകരനെ അറിയില്ലേ? അറിയാം. കാട്ടൻ കരുണാകരൻ്റെ വളരെ ക്ലോസ് ആണ്. ഈ ചിന്താവിഷയ ശ്യാമളി ഉണ്ടാവാൻ കാരണം ഞാനാണ്. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. അങ്ങനെ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ, ഇയാൾക്കൊരു സിനിമ പിടിക്കണം. അന്ന് ഇയാളുടെ 92 റഷ്യക്കാർ വന്ന് കുറേ കാശ് കയ്യിലുണ്ടായിരുന്നു. ഒരു ഷോയ്ക്ക് ഇന്നസെന്റേട്ടൻ, ഞാൻ, ഇന്നസെന്റേട്ടൻ, നെടുമുടി വേണേട്ടൻ, ശ്രീനിവാസൻ, ഞങ്ങൾ ഒരു ക്യാപ്റ്റൻ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനായിട്ട് രാത്രി പോവാണ്. അപ്പോഴാണ് എന്നെ വിളിക്കുന്ന കരുണാകരൻ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യണം, നമുക്കൊന്ന് ഇവരായിട്ടൊന്ന് കാണണം. അപ്പോൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിലാണ് നമ്മുടെ ഷേക്ക് കോളനിയിൽ എൻ്റെ വീട്ടിലാണ് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ അവർക്ക് പോർക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ പോർക്ക് വെക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കരുണാകരനോട് വരാൻ പറഞ്ഞു. കരുണാകരൻ വന്നു, സംസാരിച്ചു. പിറ്റേ ദിവസം ഹോട്ടലിലേക്ക് വന്നു. അന്ന് തന്നെ 50,000 രൂപ അഡ്വാൻസ് കൊടുക്കുകയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രണ്ടാമത് ശ്രീനിവാസൻ വന്ന് നമ്മുടെ കലാധരൻ അറിയില്ലേ? ഏതാ കലാധരൻ? കൺസോളേറ്റ് ഷിപ്പിംഗ്. കലാധരൻ്റെ വീട്ടിലാണ് ഇവർ സിനിമ കഥ എഴുതാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ജോലി കഴിഞ്ഞ് അവിടെ ചെല്ലും. കലാധരനും ഞാനും ശ്രീനിവാസനും എല്ലാവരും ഇരുന്ന് 1 മാസം ഇരുന്നു. കഥയൊന്നും എഴുതാണ്ട് ആൾ തിരിച്ചു പോയി. അത്ര. അത് കഴിഞ്ഞിട്ടാണ് കട്ടിക്കൂട്ടി ചിന്താവിഷയ ശ്യാമളി ഉണ്ടാവണേ. ചിന്താവിഷയ ശ്യാമള അത്യാവശ്യം കളക്ട് ചെയ്തു. പക്ഷെ അതിനുള്ള ലാഭമൊന്നും ഉണ്ടായിരുന്നില്ല. അതിലെന്തൊക്കെയോ ഇത് നടന്നു. അങ്ങനെ രണ്ടാമത്തെ സിനിമയാണ് കരുണാകരനും നമ്മുടെ ജോർജ് ഏട്ടനില്ലേ, രാഗം തിയേറ്റർ, അതുപോലെ തന്നെ ഇവിടെ ജിയോ ഇലക്ട്രിക്കൽസ് എയർ കണ്ടീഷണർ ചെയ്തിരുന്ന ജോർജ് ഏട്ടനെ എല്ലാവരും കൂടിയിട്ട് നരേന്ദ്രൻ മക ജയകാന്തൻ ആ സിനിമയ്ക്ക് വേണ്ടി ഇവിടെ വന്നു. അന്ന് സത്യനന്ദിക്കാടും ശ്രീനിവാസനും കൂടി താമസിച്ചത് നമ്മുടെ ഷാർജയിൽ ക്രീക്ക് സൈഡിലൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, നമ്മുടെ ബീച്ച് സൈഡിൽ. ഓർമ്മയുണ്ടോന്നറിയില്ല. ഇപ്പോഴുണ്ട്. അവിടെ ഇരുന്നിട്ടായിരുന്നു ഇത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കറങ്ങാൻ പോക്കും. ബുർജ് ഖലീഫയിൽ കലാകാരൻ്റെ കൂടെ പോയ ഫോട്ടോ ഒക്കെ ഉണ്ട്. ബുർജ് ഖലീഫയിൽ ഞങ്ങൾ കയറി ഭക്ഷണം സ്മോളൊക്കെ അടിച്ച് അവിടെ നിന്ന് എല്ലാവരും കൂടി കലാകാരൻ്റെ വീട്ടിൽ വന്നു. അത് കലാകാരൻ്റെ അന്ന് സെക്കൻഡ് ടൈമിലിട്ടത്. അങ്ങനെയാണ് ഞങ്ങൾ കരുണാകരനായിട്ടുള്ള കണക്ഷൻ വന്നത്. കാരണം കൂടുതൽ ഈ സിനിമാക്കാരെ നമ്മൾ അത് ശ്രീനിവാസൻ എഴുതിയിട്ടുണ്ട്, അവരുടെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ സ്നേഹിതൻ ചാക്കോയാണ് കരുണാകരൻ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നതും ചിന്താവിഷയം ഉണ്ടായ ആ കാര്യങ്ങളൊക്കെ. പിന്നെയാണ് ഉദയനാട് താരം പിടിച്ചത്. ഉദയനാട് താരം ഇതിൽ. പക്ഷേ കരുണാകരൻ അതോടുകൂടി ഇവിടുന്ന് പോകേണ്ടി വന്നു. ഇപ്പോൾ ആലുവയിൽ ഏതൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ JP-യുടെ കല്യാണത്തിന് ആള് ചെന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നാളെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പൊ ഫിനാൻഷ്യലി ആള് കുറെ ഡൗൺ ആയി. അറിയാലോ, സിനിമ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ നന്നായില്ല. കണ്ടു വേറൊരാളുടെ സിനിമ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഭാഗ്യം എന്ന് പറയും. അതുപോലെ ഈ പ്രവാസികളിൽ കുറെ ആൾക്കാരുടെ കയ്യിൽ അത്യാവശ്യം ഫണ്ട് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കൊരു ആഗ്രഹം സിനിമ പഠിക്കാൻ, സിനിമക്കാരായിട്ടുള്ള ഒരു ബന്ധം, ആ ഒരു ബന്ധം നമുക്ക് നന്നായി എടുക്കാമെന്നുണ്ടാവും. പക്ഷെ സംഭവിക്കുന്ന വേറൊരിതാണ്. കാരണം ഇവർ നിഷ്കളങ്കരാണ്.
ഈ നിഷ്കളങ്കരായ ഇവർ കുറച്ച് കാശുമായിട്ട് അവരുടെ അടുത്തോട്ട് ചെല്ലുമ്പം അവരെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒന്ന് സോപ്പിട്ട് ഒരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ ഒരു പക്ഷേ നല്ല ഡയറക്ടർ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒന്ന് രണ്ട് സിനിമ അല്ലെങ്കിൽ ഒരു 10 കോടി എന്ന് പറഞ്ഞാൽ 20 കോടിയിട്ടാണ് അവസാനിക്കുള്ളൂ. അതാണ് 3 കോടിക്ക് എടുത്തിട്ട് 20 കോടിയുടെ കണക്ക് കാണിക്കും. കാരണം ഈ കണക്ക് കാണിക്കുന്നതോടുകൂടി മറ്റവന്റെ പൈസ ഇങ്ങ് വന്നേ, സിനിമ ഓടിയില്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. കാരണം ഇനി അതിനെക്കുറിച്ച് പരാതിപ്പെട്ട് ഇപ്പൊ തന്നെ മുരളിച്ചേട്ടന്റെ കേസ് തന്നെ നമുക്ക് എടുക്കാം. ഇനി കുറച്ച് കഴിയുമ്പോൾ മുരളിച്ചേട്ടൻ കളറാണെന്നുള്ള ഒരു രീതിയിൽ വരും. അയാൾ വെറും പാവപ്പെട്ട നിഷ്കളങ്കമായ കാര്യങ്ങൾ പറഞ്ഞത് അത്. കാരണം ഇതാണ് സത്യം. അവർക്ക് നന്നായി അതിനെ ഈ സിനിമയിലോട്ട് എടുത്തു ചാടാൻ പോകുന്ന പലരും ശ്രദ്ധിക്കാത്തതാണ്. കുറച്ച് കാശുണ്ട്, പോയി ചെന്ന് ചാടി കൊടുക്കും തീർച്ചയായിട്ടും. പിന്നെ ഇപ്പൊ ഈ സിനിമക്കാരിൽ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഇന്നസെന്റ് ഏട്ടനാണ് ഈ സിനിമക്കാർക്കുള്ള എല്ലാവർക്കും ഒരു ആക്സസ് ആയിട്ടുള്ള ആളാണ് ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു അപ്പീലില്ല. ഇപ്പൊ ശങ്കറായിട്ടുള്ള ഞാനുള്ള ബന്ധം ഇന്നസെന്റ് മുമ്പാണ്. ഇന്നസെന്റ് ദുബായിൽ വരുന്നതിന് മുമ്പാണ് ശങ്കറായിട്ടുള്ള ബന്ധം. ആ ശങ്കർ പല വേദികളിലും അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇന്നാള് ഞങ്ങള് വിഷുവിന് എ.കെ. ഫൈസലിന്റെ വീട്ടിലായിരുന്നു. എ.കെ. ഫൈസലിന്റെ അടുത്ത് പറയാണ് 86 ഞാൻ കൊണ്ടു നടന്ന കാര്യങ്ങളും 10 ദിവസം അമ്മേനെയും അച്ഛനെയും, കൂടുതൽ അമ്മേനെയും അച്ഛനെയും ഞാൻ കൊണ്ടു നടന്ന കാര്യമാണ് ആള് പറഞ്ഞത്. അപ്പൊ അതൊക്കെ നമുക്ക് പറയില്ല. അവരൊക്കെ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയില്ല. ഇപ്പോഴും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നില്ല മിയാമാളില് ശങ്കറും ഷാജഹാനും വന്നത്. അപ്പൊ ഇന്നസെന്റ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഇന്നസെന്റ് ഏട്ടൻ എന്തിനാ എല്ലാത്തിനും നമുക്കൊരു എല്ലാവരോടും പറയാ ചാക്കോ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ആ പരിചയപ്പെടുത്തലൊരു. അപ്പം ചാക്കോച്ചനുമായിട്ടുള്ള ഈ സംഭാഷണം തീരുന്നില്ല. ചാക്കോച്ചൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.